എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് വേരിയസ് ആലപ്പുഴ ജില്ലയുടെ LGS റൊട്ടേഷണൽ ചാർട്ടാണ്. ഈ ലിസ്റ്റ് നിലവിൽ വന്നത് 18/7/2025 ഇതിൻ്റെ കാറ്റഗറി നമ്പർ 535/2023 ഈ വർഷം നിലവിൽ വന്ന ആലപ്പുഴ ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 516 പേരാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 537 പേരും ഭിന്നശേഷി പട്ടികയിൽ 29 പേരടക്കം ടോട്ടൽ 1082 ആളുടെ പട്ടികയാണ് ആലപ്പുഴ ജില്ലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ചാർട്ട് പരിശോധിച്ചാൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് 548/2019 ഇത് ഇപ്പോൾ വന്ന റാങ്ക് ലിസ്റ്റിൻ്റെ മുൻപത്തെ റാങ്ക് ലിസ്റ്റാണ്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് അഡ്വൈസ് പോയിരിക്കുന്നത് 4/8/2025 31 വേക്കൻസീസിലേക്കാണ് പോയിട്ടുള്ളത്. ഇതിൽ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 231, BC 231, NJD 54 NJD കിട്ടിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയിൽ ഭിന്നശേഷി പട്ടികയിൽ നിന്ന് 5, LV, HI 5, LD 5 ടോട്ടൽ 531 അഡ്വൈസുകളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത്. ഇനി പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കണമെങ്കിൽ പെൻഡിംഗ് ഉള്ള TPOകളും DA ഒക്കെ പോയതിനു ശേഷമേ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കുകയുള്ളൂ. ഇനി നമുക്ക് ആലപ്പുഴ ജില്ലയുടെ LGS റാങ്ക് ലിസ്റ്റിൻ്റെ മോഡൽ റൊട്ടേഷണൽ ചാർട്ട് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ റൊട്ടേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നതൊക്കെ ഡീറ്റെയിൽസ് ആയി പറയാം. ഒന്നാമതായി ആദ്യത്തെ കോളം എന്ന് പറയുന്നത് റൊട്ടേഷണൽ പ്രകാരമുള്ള നിങ്ങളുടെ റാങ്കാണ്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഏത് റൊട്ടേഷൻ പ്രകാരമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തേത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നാണോ മെയിൻ ലിസ്റ്റിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്നതാണ്. നാലാമത്തെ കോളം എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിലെ നിങ്ങളുടെ റാങ്കാണ്. പിന്നെ 5 നിങ്ങളെ നെയിമും ഡീറ്റെയിൽസുമാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, കാസ്റ്റ് ഇതൊക്കെയാണ്. ഇതിൽ സപ്ലി ലിസ്റ്റിലാണെങ്കിൽ നമ്മളൊരു ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സപ്ലിയിലാണോ മെയിൻ ലിസ്റ്റിലാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഭിന്നശേഷി പട്ടികയിലുള്ളവരെ യെല്ലോ കളറിലുമാണ് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയുടെ LGS റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തെ 11 എണ്ണം പോയിട്ടുള്ളത് ഭിന്നശേഷി പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ്, DAM കാറ്റഗറിക്കാർക്കാണ്. അതിനുശേഷമാണ് നമ്മുടെ ബി ലിസ്റ്റിൽ നിന്ന് പോകുന്നത്. ഇനി ഓരോരുത്തരും അവരുടെ റാങ്കും റൊട്ടേഷണൽ പ്രകാരമുള്ള റാങ്കും ഒക്കെ ചെക്ക് ചെയ്യുക. ഈ മോഡൽ റൊട്ടേഷണൽ ചാർട്ടിൻ്റെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഇത് ഒരു മോഡൽ റൊട്ടേഷണൽ ചാർട്ടായിട്ട് മാത്രം കാണുക. സപ്ലിയിൽ നിന്ന് വരുന്നതിന് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഭിന്നശേഷി പട്ടികയിൽ നിന്ന് വരുമ്പോൾ യെല്ലോ കളറിലും. മൊത്തത്തിൽ ഏകദേശം എത്ര ഒഴിവുകൾ വരണം നമ്മുടെ ഓരോരുത്തരുടെയും ഏകദേശ റാങ്ക് എത്താൻ എന്നത് ഈ മോഡൽ റൊട്ടേഷൻ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് മോഡൽ റൊട്ടേഷണൽ പ്രകാരമുള്ള നിങ്ങളുടെ റാങ്ക്. 4th കോളം റാങ്ക് ലിസ്റ്റിലെ നിങ്ങളുടെ റാങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ റൊട്ടേഷണൽ ചാർട്ടിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഇതൊരു മോഡൽ റൊട്ടേഷണൽ ചാർട്ടായി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. NJD ഒക്കെ വരുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരും. 516 പേരാണ് മെയിൻ ലിസ്റ്റിൽ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിലെ മുഴുവൻ പേരും റൊട്ടേഷൻ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി പോകും. മെയിൻ ലിസ്റ്റിലെ അവസാന ആൾക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സപ്ലിയിൽ നിന്ന് മാത്രമായിട്ട് അഡ്വൈസ് പോവുകയില്ല. മെയിൻ ലിസ്റ്റ് നിലനിൽക്കുമ്പോഴേ സപ്ലിക്ക് വാല്യൂ ഉള്ളൂ. ഒരു ലാസ്റ്റിക്കൊക്കെ എഴുത്തുമ്പോഴേക്കും സപ്ലി ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേർ വരുന്നുണ്ട്. മെയിൻ ലിസ്റ്റിൽ അതാത് കാറ്റഗറിക്കാർ ഇല്ലാത്തപ്പോഴാണ് സപ്ലിയിൽ നിന്ന് ആ കാറ്റഗറിക്കാരെ എടുക്കുന്നത്. അതുകൊണ്ട് സപ്ലി ലിസ്റ്റിലാണെന്ന് കരുതി പ്രതീക്ഷയില്ലാതെ ആരും ഇരിക്കരുത്. കാറ്റഗറി വൈസ് നോക്കുമ്പോൾ സപ്ലി ലിസ്റ്റിൽ ഉള്ളവർക്ക് സാധ്യതയുണ്ട്. 516 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 537 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും 29 പേർ ഭിന്നശേഷി പട്ടികയിലുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്.
ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഗ്രീൻ കളറിൽ വരുന്നുണ്ട്. ഇതെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നുള്ളതാണ്. അഞ്ഞൂറ്റി 16 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിലെ 516 ആളുകളും കയറുമ്പോൾ 648 ഒഴിവുകളാണ് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ റാങ്ക് ലിസ്റ്റിലെ റാങ്കും റൊട്ടേഷണൽ പ്രകാരമുള്ള റാങ്കും ചെക്ക് ചെയ്യുക. താങ്ക്